നമസ്കാരം, 91 ന്യൂസിലേക്ക് സ്വാഗതം. 6 രൂപയ്ക്ക് എഗ് ഫ്രൈഡ് റൈസ്, വെജിറ്റബിൾ മൊയ്ലി, പായസം ഇത്രയുമൊക്കെ കിട്ടുമോ? കിട്ടുമെന്നാണ് നമ്മുടെ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണിത് സാധ്യമാകുക എന്ന് ചോദിച്ചാൽ, സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നും കേരളത്തിലെ പൊതുജനങ്ങളിൽ നിന്നും നിർബന്ധപൂർവം പരമാവധി പണം പിരിച്ച് വിദ്യാലയങ്ങളിൽ എത്തുന്ന കുട്ടികൾക്ക് സർക്കാർ നൽകിയ ഫുഡ് മെനു അനുസരിച്ചുള്ള ഭക്ഷണം കൊടുക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ കൽപ്പന. സർക്കാരിൻ്റെ ജോലി നല്ല ഗംഭീരമായൊരു ഫുഡ് മെനു ഉണ്ടാക്കി കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് സ്കൂളുകൾക്കും മെയിൽ ചെയ്യുക എന്നത് മാത്രം. ഉച്ചഭക്ഷണ വിഹിതം 5 പൈസ പോലും കൂട്ടാൻ ഈ ഗവൺമെൻറ് തയ്യാറല്ല. കുറ്റം പറയാൻ കഴിയില്ല, സർക്കാരിൻ്റെ കയ്യിൽ ആവശ്യത്തിന് ചിലവാക്കാൻ നയാ പൈസയില്ല. നമ്മുടെ മക്കൾക്ക് ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ നിന്നും വിഭവസമൃദ്ധമായ വൈറ്റമിനുകൾ അടങ്ങിയ ഭക്ഷണം ലഭിക്കുന്നതിൽ സന്തോഷം മാത്രമേയുള്ളൂ. പഴയ കഞ്ഞിയും പയറിൻ്റെയും ഒക്കെ കാലം മാഞ്ഞുപോയി. പക്ഷെ അങ്ങനെയുള്ള നല്ല ഭക്ഷണം നൽകാൻ സർക്കാർ ഒരു കുട്ടിക്ക് നൽകുന്ന 6 രൂപ 78 പൈസ കൊണ്ട് സാധ്യമല്ല. വിദ്യാർത്ഥികളുടെ ഭക്ഷണ കാര്യത്തിലെങ്കിലും കോടികൾ പാഴ്ചെലവ് ചെയ്യുന്ന ഈ സർക്കാർ കുറച്ചുകൂടി കരുതൽ കാണിക്കണം. ഭക്ഷണത്തിന് ചെലവാകുന്ന മുഴുവൻ തുകയും നൽകിയില്ലെങ്കിലും 80% സർക്കാർ വിദ്യാലയങ്ങൾക്ക് നൽകണം. അല്ലാതെ മുട്ടൻ ഉത്തരവുകൾ ഇറക്കിയിട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളും നാട്ടുകാരും ചേർന്ന് പിരിച്ച് സ്കൂളിലെ ഉച്ചഭക്ഷണം നന്നാക്കട്ടെ എന്ന നിലപാട് നാണം കെട്ട ഏർപ്പാടാണ്. വായുവിൽ നിന്നും പാൽപ്പായസം ഉണ്ടാക്കണമെന്ന നിർബന്ധ ബുദ്ധി സ്കൂളുകൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവിടുത്തെ പ്രഥമ അധ്യാപകരാണ്. നാടുനീളെ ഭക്ഷണ ആവശ്യങ്ങൾക്കായി പണത്തിനു വേണ്ടി തെണ്ടേണ്ട അവസ്ഥ. കിട്ടിയില്ലെങ്കിൽ സ്വന്തം ശമ്പളത്തിൽ നിന്നും സഹ അധ്യാപകരിൽ നിന്നും പണം മുടക്കേണ്ട മറ്റൊരു ഗതികേട്. കേരളത്തിൻ്റെ ഓണം കേറാ മൂലകളിൽ പോലും ആകാശപ്പൊക്കത്തിൽ ആഴ്ചതോറും ഉയർത്തുന്ന പിണറായിയുടെ പരസ്യ ബോർഡിൻ്റെ വലിപ്പം കുറച്ച് അതിനുവേണ്ടി ചെലവാക്കുന്ന പണവും മുഖ്യൻ്റെ പശുത്തൊഴുത്തിൽ AC വെക്കാൻ വേണ്ടി മുടക്കുന്ന തുകയും യാതൊരു യോഗ്യതയുമില്ലാതെ വിവരവും വിദ്യാഭ്യാസവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, കേവലം മുദ്രാവാക്യം വിളിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും മാത്രം അറിയാവുന്ന PSC മെമ്പർമാർക്ക് കൊടുക്കുന്ന കോടി ശമ്പളത്തിൻ്റെ ഒക്കെ ചെറുവിഹിതം നമ്മുടെ കുട്ടികളുടെ വിശപ്പടക്കാൻ വേണ്ടി നീക്കിവെക്കുവാനുള്ള സന്മനസ് ഈ ഗവൺമെൻറ് കാണിച്ചാൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പ്രഖ്യാപിച്ച ഉത്തമമായ ഭക്ഷണം വിദ്യാലയങ്ങളിൽ കൃത്യമായി നൽകാൻ കഴിയും. അല്ലെങ്കിൽ പിരിച്ച് മടുത്ത് നിവൃത്തിയില്ലാതെ റേഷനരിയുടെ പശ ബിരിയാണിയും എക്സ്പയറിയായ മുട്ടയുടെ തോരനും അഴുകിയ പച്ചക്കറിയുടെ സാമ്പാറും അസുഖം വന്ന് ചത്ത കോഴിയുടെ ഇറച്ചിയുമൊക്കെ ചെറിയ വിലയിൽ വാങ്ങി പാചകം ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കേണ്ട ദുരവസ്ഥയിലേക്ക് സ്കൂൾ അധികൃതർ എത്തിച്ചേരും. കാരണം രാജാവിൻ്റെ കൽപ്പന അനുസരിച്ചല്ലേ പറ്റൂ. കൽപ്പന കല്ലേ പിളർക്കും എന്നാണല്ലോ.